വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. കൊല്ലപ്പെട്ട രാംനാരായണന് വടികൊണ്ട് ഏറ്റ മർദ്ദനത്തിൽ ഞരമ്പുകൾ പൊട്ടി, തലയ്ക്ക് ക്രൂരമർദ്ദനമേറ്റു. അടിയേറ്റ് രക്തഞരമ്പുകൾ അടക്കം തകർന്നു. ഞരമ്പുകൾ പൊട്ടിയൊഴുകിയ ചോര ചർമ്മത്തിൽ പടർന്നു പിടിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഇയാൾ ഇരയായത് എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അങ്ങനെ തന്നെയാണ്. സമാനതകളില്ലാത്തൊരു ക്രൂരതയ്ക്കാണ് രാംനാരായണൻ ഇരയായത് എന്ന് വ്യക്തമാക്കുമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. ദേഹമാസകലം മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. തലക്കേറ്റത് ഗുരുതര പരിക്കാണ്. അടിയേറ്റ് മസിൽസിന്റെ ഞരമ്പുകൾ, ധമനികളൊക്കെ തന്നെ തകർന്ന സ്ഥിതിയിലായിരുന്നു. വടികൊണ്ട് ശരീരത്തിൽ ക്രൂരമായ അടിയേറ്റതായും വാരിയെല്ല് ഒടിഞ്ഞിട്ടുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ആ യുവാവിനേറ്റത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ക്രൂര പീഡനമാണെന്ന കാര്യം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മസിലുകളടക്കം മർദ്ദനത്തിന്റെ ആഘാതത്തിൽ കതഞ്ഞ് അരിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഞരമ്പുകളിൽ നിന്നും പൊട്ടിയൊഴുകിയ ചോര പലതും ചർമ്മത്തിൽ പടർന്നു പിടിച്ച് കിടപ്പുണ്ടായിരുന്നു എന്നും പറയുന്നു. ആന്തരിക രക്തസ്രാവവും പുറമേ നിന്നുള്ള രക്തസ്രാവവും തന്നെയാണ് മരണകാരണമെന്നും നിരവധി മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഹിതേഷ് മീഡിയ വണ്ണിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ മർദ്ദനത്തിൽ അദ്ദേഹത്തിന്റെ ഞെട്ടൽ, അതായത് വളരെ ക്രൂരമായ ഒരു സംഭവത്തിന്റെ ഒരു ഞെട്ടൽ നമ്മളോട് പങ്കുവെച്ച് നമ്മൾ കണ്ടതാണ്. ആ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത സ്ഥലങ്ങളില്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അദ്ദേഹം മീഡിയ വണ്ണിനോട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. അത് ഒരു തരത്തിൽ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടിലെ വിവരങ്ങളും ഉള്ളത്. അമൃത. ശരി.